എല്ലാവർക്കും നമസ്കാരം. വീഡിയോ കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും, പ്രഷർ പമ്പാണ്. ഇന്ന് വീടുകളിലെ അത്യാവശ്യം വേണ്ടതായിട്ടുള്ള ഒരു ഉപകരണമാണ് ഇത്തരത്തിലുള്ള പ്രഷർ പമ്പ്. അപ്പൊ ഞാൻ പ്രഷർ പമ്പിനെ കുറിച്ച് ഒരുപാട് നോക്കിയായിരുന്നു. അതിൽ അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള നല്ലൊരു കമ്പനിയാണ് AGARO. 4850 രൂപയ്ക്കാണ് പ്രഷർ പമ്പ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തത്. ഇപ്പൊ വീണ്ടും വില കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 4500 സംതിങ് ഒക്കെ മാർക്കറ്റ് റേറ്റ് വന്നിട്ടുണ്ട്. 2 കാർഡ്ബോർഡ് ബോക്സിന്റെ ഉള്ളിലായിട്ടാണ് AGAROന്റെ പ്രഷർ പമ്പ് നമുക്ക് ഡെലിവറി ചെയ്തത്. അതിന്റെ ഉള്ളിൽ 3 മീറ്റർ ഇൻലെറ്റ് ഹോസ്, അതുപോലെ 8 മീറ്റർ ഔട്ട്ലെറ്റ് ഹോസ്, പ്രഷർ പമ്പ്, ഗണ്ണ്, ഫോം ബോട്ടില്, ക്ലാമ്പിംഗ് യൂണിറ്റുകൾ, അതുപോലെ റോഡ്, എക്സ്റ്റൻഷൻ റോഡ്, ഫിൽറ്ററുകൾ, അതിലും ഒരു ക്ലാമ്പിംഗ് യൂണിറ്റ് ഉണ്ട്. അതിന്റെ ഫിക്സിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത ഇൻസ്റ്റാളേഷനിൽ കാണിച്ചു തരാം. ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഈ ഫിൽറ്റർ യൂണിറ്റ് AGAROന്റെ റൈറ്റ് സൈഡിലുള്ള ഇൻലെറ്റിലേക്ക് കണക്ട് ചെയ്യുക. ഈ കാണിക്കാണ് ഇൻലെറ്റ് ഹോസ്. ഇതിന്റെ ഒരറ്റം AGAROയിലേക്കും ഒരറ്റം നമുക്ക് എവിടുന്നാണോ സോഴ്സ്, വെള്ളത്തിന്റെ സോഴ്സ് ഉള്ളത് ആ ടാപ്പിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് എൻഡ് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഇവിടെ വിഷ്വലിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ റൗണ്ടിന്റെ ഉള്ളിലേക്ക് ഹോസ് കണക്ട് ചെയ്ത് കയറ്റുക. എന്നിട്ട് നന്നായി ഫിക്സ് ആയതിനു ശേഷം ക്യാപ്പിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ആ ഹോസ് ഊരിപ്പോരുന്നതല്ല, കാരണം അതിലൊരു ടൈറ്റ് ആവാനുള്ള ഒരു യൂണിറ്റ് ഉണ്ട്. ഇൻലെറ്റ് ഹോസിന്റെ മറ്റേ അറ്റത്ത് ടാപ്പിലേക്ക് കണക്ട് ചെയ്യാനുള്ള ക്ലാമ്പിംഗ് യൂണിറ്റ് ആണ് ഫിക്സ് ചെയ്യേണ്ടത്. ടൈറ്റ് ആക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പ്ലാസ്റ്റിക് ആണ്, അപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓവർ ടൈറ്റ് ചെയ്യാതെ ആവശ്യത്തിന് വേണ്ട ടൈറ്റ്നെസ് മാത്രം കൊടുത്തുകൊണ്ട് ക്ലാമ്പുകൾ ഫിക്സ് ചെയ്യുക. ഹോസിന്റെ ഉള്ളിലേക്കായിട്ട് ആ ക്ലാമ്പിങ്ങിന്റെ ഇന്നർ ഹോള് കറക്റ്റ് അതിലേക്ക് അലൈൻ ചെയ്ത് കയറേണ്ടതാണ്. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ശ്രദ്ധിച്ച് പൊട്ടാത്ത രീതിയിൽ തന്നെ അത് ക്ലാമ്പ് ടൈറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെ എന്തെങ്കിലും കയറുന്നില്ല എങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇൻസേർട്ട് ചെയ്യാൻ നോക്കുക. എന്നിട്ട് ക്യാപ്പിട്ട് ടൈറ്റ് ചെയ്യുക. ഇനിയിപ്പോ ടാപ്പിലേക്ക് വേണ്ട, എനിക്ക് ഡയറക്റ്റ് ടാങ്കിലേക്ക് ഇട്ടാൽ മതി എന്നുണ്ടെങ്കിൽ ടാങ്കിലേക്ക് കൊടുക്കാനുള്ള ഒരു ഫിൽറ്ററിംഗ് യൂണിറ്റ് ഉണ്ട്. ആ ഫിൽറ്റർ യൂണിറ്റ് ഇതിലേക്ക് ഹോസിലേക്ക് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്തിട്ടാൽ മതി. എന്നിട്ട് ടാങ്കിലേക്ക് ഇറക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ടാങ്കിൽ നിന്ന് പ്രഷർ ചെയ്തിട്ടായാലും നമുക്ക് പ്രഷർ പമ്പ് വർക്ക് ചെയ്യിക്കാം. ഇവിടെ ഞാൻ ടാങ്കിലോട്ടല്ല കൊടുക്കുന്നത്, ടാപ്പിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഫിൽറ്റർ ഊരി വീണ്ടും ക്ലാമ്പിംഗ് യൂണിറ്റ് ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. പ്രഷർ പമ്പിലേക്ക് കൊടുക്കുന്നതിന്റെ യൂണിറ്റ് ആണ് ഈ കാണുന്നത്. അത് ജസ്റ്റ് ബാക്കിലോട്ട് പുൾ ചെയ്തിട്ട് ആ ഫിൽറ്റർ യൂണിറ്റിലേക്ക് ജസ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്താൽ മതി. എന്നിട്ട് അത് പുൾ ചെയ്ത് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് വിട്ട് കഴിഞ്ഞാൽ അത് അതിലേക്ക് ഹോൾഡായി. അടുത്ത എൻഡ് നമ്മൾ നേരെ ടാപ്പിലേക്കാണ് കൊടുക്കുന്നത്. കാരണം ഡയറക്റ്റ് ടാങ്കിൽ നിന്നല്ല, ടാപ്പിലൂടെയാണ് നമ്മൾ വെള്ളം കളക്ട് ചെയ്യുന്നത്. വെള്ളം ലീക്ക് വരാതിരിക്കാൻ അതിന് മുകളിൽ ഒരു കീ ഉണ്ട്. ആ കീ വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റബ്ബർ വാഷ് കറക്റ്റ് ടാപ്പിന്റെ മുകളിൽ ഫിക്സ് ആയിരിക്കും. എന്നിട്ട് ടാപ്പ് ഓൺ ചെയ്താൽ മതി. ഈ വരുന്നത് ഔട്ട്ലെറ്റ് ഹോസ് ആണ്. ഇത് ഏകദേശം 8 മീറ്ററോളം നമുക്ക് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും, പ്രഷർ വാഷ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ 2 എൻഡാണ് വരുന്നത്. 2 എൻഡും ഓൾമോസ്റ്റ് സെയിം ആണ്. അതിന്റെ ഇന്നർ വാഷർ വരുന്നത് ആദ്യം ആ ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുന്ന ഇതുപോലെ ഇത്തരത്തിൽ ഇൻസേർട്ട് ചെയ്തിട്ട് അതിന്റെ മുകളിലൂടെ ഈ ത്രെഡഡ് ക്ലാമ്പ് ത്രെഡ് ചെയ്ത് കൊടുക്കുക. ത്രെഡ് ചെയ്തതിനു ശേഷം ആ ഒരു റബ്ബറിന്റെ ഒരു കവറിങ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ബെൻഡ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്ത എൻഡ് നമ്മൾ ഗണ്ണിലേക്കാണ് കൊടുക്കേണ്ടത്. ഒരു എൻഡ് പ്രഷർ വാഷറിലേക്കും അടുത്ത എൻഡ് നമുക്ക് ഗണ്ണിന്റെ ഇതുപോലെ ബോട്ടം സൈഡിൽ നേരത്തെ അവിടെ ഇൻസേർട്ട് ചെയ്ത പോലെ തന്നെ ആ വാഷർ വരുന്ന ഏരിയ ഇതുപോലെ ജസ്റ്റ് പുഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ക്ലാമ്പ് ത്രെഡഡ് ക്ലാമ്പ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 80% ഇതിന്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ഇവിടെയും ആ റബ്ബറിന്റെ സ്ലീവ് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്തിടുക, ബെൻഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് ഈ റോഡാണ്. ഈ റോഡും ത്രെഡഡ് ടൈപ്പ് ആണ്. നമുക്ക് നോസിൽ ഡയറക്റ്റ് വേണമെങ്കിൽ കണ്ണിലേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റോഡ് ഇട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടും നോസിൽ ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ റോഡ് ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് ടയറിന്റെ റിമ്മിന്റെ ഇടയിലൊക്കെ നമുക്ക് ഇത്തരത്തിൽ പോയിന്റ് ചെയ്തടിക്കണമെങ്കിൽ ഈ റോഡിന്റെ ആവശ്യങ്ങളായിട്ട് നമുക്ക് വരും. ഇതാണ് നമ്മുടെ നോസിൽ വരുന്നത്. നോസിലും ത്രെഡഡ് ആണ്. ഇത് ഈ സ്റ്റിക്കിന് റോഡിന്റെ മുകളിലേക്കോ അല്ലെങ്കിൽ ഡയറക്റ്റ് കണ്ണിന്റെ മുകളിലേക്കോ ത്രെഡഡ് ആയതുകൊണ്ട് നമുക്ക് ജോയിന്റ് ചെയ്യാം. ഇവിടെയാണ് വെള്ളത്തിന്റെ പ്രഷർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസും തിരിച്ചിട്ട് ആ നടുക്കിൽ കാണുന്ന 2 സ്ട്രാപ്പ് പോലെ നിൽക്കുന്നത് ആണ് പ്രഷർ, വെള്ളത്തിന്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ ആ സ്ട്രാപ്പുകൾ രണ്ടും അടുത്ത് വരുമ്പോഴാണ് നമുക്ക് വെള്ളത്തിന്റെ പ്രഷർ കുറഞ്ഞ് വൈഡായിട്ട് അടിക്കാൻ പറ്റുന്നത്. അകത്തും തോറും പോയിന്റഡ് ആയിട്ടായിരിക്കും വെള്ളം മുന്നോട്ട് പ്രഷർ ചെയ്യുക.
എപ്പോഴും നോസിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ആ ത്രെഡിൽ നിന്ന് പോരായിരിക്കാം, സ്റ്റിക്കിന്റെ ത്രെഡിൽ നിന്ന് പോരായിരിക്കാൻ വേണ്ടി ജസ്റ്റ് അതിന്റെ ബാക്കിലൊന്ന് ഹോൾഡ് ചെയ്തിട്ട് വേണം നോസിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് ഇതിൽ നമുക്ക് എക്സ്റ്റൻഷൻ റോഡ് ഇല്ലാതെ തന്നെ ഡയറക്റ്റ് നോസിൽ ഗണ്ണിന്റെ മുകളിലേക്ക് കൊടുക്കാൻ പറ്റും. അതിന് നമ്മൾ ഈ ത്രെഡ് ചെയ്തിട്ടുള്ളത് വീണ്ടും അൺത്രെഡ് ചെയ്യുക, എന്നിട്ട് ഡയറക്റ്റ് ഗണ്ണിന്റെ മുകളിലേക്ക് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഈ റോഡും ഊരി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ നോസിൽ ഡയറക്റ്റ് ഗണ്ണിന്റെ മുകളിലേക്ക് ത്രെഡ് ചെയ്ത് ഇൻസേർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നോസിൽ ഇൻസേർട്ട് ചെയ്തതിനു ശേഷം നമുക്ക് അടുത്ത് ഫോം ബോട്ടിൽ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത് നോക്കാം. ഫോം ബോട്ടിൽ ജസ്റ്റ് ഇതുപോലെ അതിന് മുകളിൽ ക്ലാമ്പ് ഉണ്ടായിരിക്കും, ആ ക്ലാമ്പ് ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്താൽ മതി. അതിന് മുൻപായിട്ട് ഈ കാണുന്ന വാഷർ അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഇന്നർ സർക്കിളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം, എന്നാലാണ് ടൈറ്റായിട്ട് നോസിലിൻ്റെ മുകളിൽ അത് നിൽക്കത്തുള്ളൂ. ആ സീലിട്ടതിന് ശേഷം നോസിലിൻ്റെ ഹെഡും അതുപോലെ തന്നെ ആ ഫോമിൻ്റെ ബോട്ടിലും ഇതുപോലെ ടൈറ്റ് ചെയ്ത് ആ ക്ലിപ്പിലേക്ക് കറക്റ്റ് ഇടുന്ന രീതിയിൽ മുകളിൽ കാണുന്ന ആ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നോസിലിൻ്റെ മുകളിൽ ഹോൾഡ് ചെയ്ത് നിൽക്കും. ഇനി അഥവാ ക്ലിപ്പ് ടൈറ്റ് ആണെങ്കിൽ പോലും നമുക്ക് ഡയറക്റ്റ് അത് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി. നോസിൽ എപ്പോഴും വെക്കേണ്ട പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് ആയിട്ട് വേണം നോസിൽ പൊസിഷൻ വെക്കാൻ, എന്നാൽ മാത്രമാണ് ഫോം കറക്റ്റ് അതിൽ നിന്ന് പമ്പ് ചെയ്ത് പുറത്തേക്ക് വരുള്ളൂ. ഇപ്പോൾ ഫോം ബോട്ടിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതെങ്ങനെയാണ് നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്യുന്നത് കാണിച്ചു തരാം. ജസ്റ്റ് ആ മുകളിലുള്ള ആ ക്ലാമ്പ് ജസ്റ്റ് ആ ക്ലിപ്പ് മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോം ബോട്ടിൽ സെപ്പറേറ്റ് ചെയ്ത് വീണ്ടും നമുക്ക് പോയിന്റ് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ഒരു പകുതിക്കായിട്ട് പോയിന്റ് ചെയ്തിട്ടാണ് ഞാനിവിടെ പ്രഷർ വാഷ് വെച്ച് പമ്പ് ചെയ്യുന്നത്. കറക്റ്റ് പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കംപ്ലീറ്റ് പെയിന്റ് വരെ ഇളകിപ്പോരും. അത്രയും പ്രഷറാണ് അഗ്രോന്റെ ഈ ഒരു പ്രഷർ പമ്പ് നമുക്ക് ഔട്ട് കിട്ടുന്നത്. അപ്പോൾ കാറൊക്കെ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വൈഡ് ആക്കി വെച്ചിട്ട് വേണം കാറിലേക്കൊക്കെ നമ്മൾ പ്രഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെയിന്റ് ഒക്കെ ഇളകാനുള്ള ചാൻസ് ഉണ്ട്. അത്രയും പ്രഷറാണ് നമുക്ക് ഔട്ട് കിട്ടുന്നത്. ഇത് ഞാൻ ഫോം ബോട്ടിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഷാമ്പു ഫില്ല് ചെയ്തിട്ട് ട്രയൽ നോക്കിയാണ്. ഒരു കാരണവശാലും നമ്മൾ പോയിന്റ് ചെയ്ത് അടിക്കരുത്. വാഹനങ്ങളുടെ മുകളിലേക്കാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വൈഡ് ആംഗിളിലേക്ക് അതിൻ്റെ നോസിൽ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം മാത്രമാണ് ഫോം ബോട്ടിൽ ഉപയോഗിച്ച് നമ്മൾ ബൈക്ക് വാഷ് ചെയ്യാനോ അല്ലെങ്കിൽ കാർ വാഹനങ്ങൾ വാഷ് ചെയ്യാനേ പാടുള്ളൂ. ഒരു കാരണവശാലും ഡയറക്റ്റ് പോയിന്റ് ചെയ്ത് അടിക്കരുത്. ഇവിടെ ഇതിൻ്റെ പ്രഷർ എത്രമാത്രം ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഏകദേശം 4-5 മീറ്ററോളം ദൂരം ഇതിൻ്റെ പ്രഷർ നല്ല പോയിന്റ് ചെയ്ത് നമുക്ക് പമ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വാഹനങ്ങളിലേക്ക് അടിക്കുമ്പോൾ പോയിന്റ് ചെയ്ത് അടിക്കാതിരിക്കുക, വൈഡ് ആംഗിളിലേക്ക് കൊടുത്ത് നോസിൽ അഡ്ജസ്റ്റ് ചെയ്ത് കാർ വാഷ് ചെയ്യാൻ പാടുള്ളൂ. ഇത്രയും ദൂരം 4-5 മീറ്റർ വരെ നല്ല പെർഫോമൻസ് ആണ് അഗ്രോന്റെ പ്രഷർ പമ്പ് തരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വീടുകളിലേക്ക് വളരെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വില കുറവിൽ ലഭിക്കുന്ന ഒരു പ്രഷർ പമ്പ് തന്നെയാണ് അഗ്രോന്റെ ഈ 120 ബാർ പ്രഷറുള്ള പമ്പ്. വാഷിംഗ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഫിൽറ്റർ ക്ലീൻ ചെയ്യണം. ഫിൽറ്ററാണ് നമ്മൾ ആദ്യം അഗ്രോയിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് കാണിച്ചത്. അപ്പോൾ ഇത്തരത്തിലാണ് അതിന്റെ ഫിൽറ്റർ ഊരി ക്ലീൻ ചെയ്യേണ്ടത്. ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഒരു കാരണവശാലും അതിന്റെ നെറ്റ് കംപ്ലൈന്റ് ആവരുത്. വളരെ പതിയെ തള്ളി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫിൽറ്റർ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരിപ്പോരും. എന്നിട്ട് വെള്ളത്തിന്റെ അടിയിൽ വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലീനായി കിട്ടും. ക്ലീൻ ചെയ്തതിന് ശേഷം ജസ്റ്റ് ആ ഫിൽറ്റർ അതിന്റെ ഉള്ളിലേക്ക് തന്നെ ഇൻസേർട്ട് ചെയ്തിട്ട് മതി. ആ വാഷിൽ അത് ടൈറ്റായി നിൽക്കും. അപ്പോൾ ഈ പ്രൊഡക്റ്റ് മേടിക്കേണ്ടവർക്കും ഇതിന്റെ ഇൻസ്റ്റാളേഷൻ അറിയാത്തവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു.